വെൽക്കം സ്റ്റുഡൻസ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് പഠിച്ചത്? ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ദെൻ ഇഫക്റ്റ് ഓഫ് പ്രഷർ. Effect of pressure is same as concentration in gaseous reactions. Then effect of temperature on reaction rate. Rate of reaction gets nearly doubled for every 10 degree rise of temperature. Then effect of catalyst on reaction rate. Catalyst endana? Substance that changes the reaction rate without undergoing change in mass and chemical composition. എന്താണ്? റിയാക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യിക്കുന്നു. യൂഷ്വലി റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നതാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നു. ഇനി കുറയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അധികം റിയാക്ഷൻസിലും പോസിറ്റീവ് കാറ്റലിസ്റ്റാണ് ഉപയോഗിക്കുക. ഇപ്പോൾ എന്താണ്? സബ്സ്റ്റൻസ് ആറ്റ് ഇൻക്രീസസ് റിയാക്ഷൻ റേറ്റ് വിത്തൗട്ട് അണ്ടർഗോയിങ് ചേഞ്ച് ഇൻ മാസ് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ. മാസിലോ കെമിക്കൽ കോമ്പോസിഷനിലോ വ്യത്യാസമില്ലാതെ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നതിനാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുക. നമ്മൾ ധാരാളം കാറ്റലൈസ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഹെയ്ബർ പ്രോസസ്സിൽ എന്താണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കാം? സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ഇൻ ദി മാനുഫാക്ചറിങ് ഓഫ് അമോണിയ സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചറിങ്ങിൽ കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ് അല്ലെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബെറ്റോസ് they are used as catalyst. അപ്പോൾ അങ്ങനെ ധാരാളം കാറ്റലൈസ് റിയാക്ഷൻസ് ഉണ്ട്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ റേറ്റ് കൂട്ടുക. ദി ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് തിയറി. എ കാറ്റലിസ്റ്റ് ഫോംസ് വീക്ക് ഇൻ്ററാക്ഷൻ വിത്ത് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഫോമിങ് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ, സോ ഇറ്റ് ഡീകമ്പോസസ് ടു പ്രോഡക്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റിൽ പറഞ്ഞതാണത്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഒരു വീക്ക് ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആവും. അത് അൺസ്റ്റേബിളാണ്. പിന്നെ അത് ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാറ്റലിറ്റിക് റിയാക്ഷൻ നടക്കുക, കാറ്റലൈസ് റിയാക്ഷൻസ് നടക്കുക. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റിൽ പറഞ്ഞിരുന്നു ദി റിയാക്ഷൻ കോർഡിനേറ്റ് that can be plotted against energy of reaction, energy of reactants and products. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് മിനിമം എനർജി വേണം in order to convert it into products. That is called threshold energy. ഇനി ത്രെഷോൾഡ് എനർജിയിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് ഓൾറെഡി കുറച്ച് എനർജി ഉണ്ട്. അത് കൂടാതെ വേണ്ട എക്സ്ട്രാ എനർജിക്ക് എന്താ പറയുക? ആക്ടിവേഷൻ എനർജി. എക്സ്ട്രാ എനർജി നീഡഡ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആക്ടിവേഷൻ എനർജി കിട്ടിയാൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അത് അൺസ്റ്റേബിളാണ്. അപ്പോൾ കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് ആവും. ഇങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ പാത്ത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. ഇനി കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് അതേ റിയാക്ഷൻ നടക്കുന്നതെങ്കിലോ? ഇൻ ദി പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ ഡിഫറെൻറ്റ് പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. ഇവിടെ നോക്കുക, റിയാക്ഷൻ നടക്കുന്നത് അൺകാറ്റലൈസ്ഡ് റിയാക്ഷനിൽ ഹൈ ആക്ടിവേഷൻ എനർജി വേണം റിയാക്റ്റൻറ്റിനെ പ്രോഡക്റ്റായിട്ട് മാറ്റാൻ. അതിന് കുറേ അധികം എക്സ്ട്രാ എനർജി കിട്ടിയാലാണ് പ്രോഡക്റ്റ് ആവുക. ഇനി കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ എന്താണ്? റിയാക്ഷൻ നടക്കുന്നത് വേറൊരു ഡിഫറെൻറ്റ് പാത്തിലൂടെയാണ്. ആക്ടിവേഷൻ എനർജി കുറഞ്ഞ ഒരു പാത്തിലൂടെ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റായിട്ട് മാറും. കാറ്റലിസ്റ്റും റിയാക്റ്റൻറ്റും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നു. ഒരു വീക്ക് ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്ത് കോംപ്ലക്സ് ആവും. അത് ഡീകമ്പോസ് ചെയ്യും. അപ്പം ആ ഒരു സ്റ്റേജിൽ ആക്ടിവേഷൻ എനർജി കുറഞ്ഞ ഒരു പാത്തിൽ കൂടിയാണ് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവുക. അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ചേഞ്ചസ് ദ റിയാക്ഷൻ മെക്കാനിസം ആൻഡ് അലൗസ് റിയാക്ഷൻ ടു ടേക്ക് പ്ലേസ് ഇൻ എ ലോ എനർജി പാത്വേ. ആക്ടിവേഷൻ എനർജി കുറഞ്ഞ ഒരു പാത്തിൽ കൂടി റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്? അധികം റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനും ഈ ആക്ടിവേഷൻ എനർജി ഉണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു സാമ്പിളിലുള്ള മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് എനർജിയാണ്. അധികം മോളിക്യൂൾസിനും ഒരു ആവറേജ് എനർജിയാണ്. അപ്പം ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി കുറയും. അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ
അധികം റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനുമായി എനർജി ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് എന്താണ് കൂടുതൽ റിയാക്റ്റൻ്റ് മോളിക്യൂളിന് പ്രോഡക്റ്റായി മാറാൻ പറ്റും. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. സോ catalyst increases reaction rate by allowing the reaction to take place in a different path with a low activation energy. അല്ലെങ്കിൽ എന്താണ് catalyst alters the reaction mechanism by allowing a low energy pathway for the reaction. കാറ്റലിസ്റ്റ് അവിടെ എന്താണ് റേറ്റ് കോൺസ്റ്റൻറ്റിനെ ചേഞ്ച് ചെയ്യിക്കും അല്ലേ. റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യും. പക്ഷേ അതിന് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ കാറ്റലിസ്റ്റിന്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ നോക്കിയാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നത് പോലെ തന്നെ അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ, അപ്പോൾ പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റായിട്ട് മാറുന്നു. ആ ബാക്ക്വേർഡ് റിയാക്ഷനിലും എന്താണ് ആക്ടിവേഷൻ എനർജി കിട്ടണം. അപ്പോൾ ആ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ രണ്ട് റിയാക്ഷനും ഡിഫറെൻറ്റ് പാത്തിലൂടെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞ പാത്തിൽ കൂടെയാണ് ഫോർവേഡ് റിയാക്ഷനും അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുക. സോ കാറ്റലിസ്റ്റ് ഡു നോട്ട് ഓൾട്ടേഴ്സ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. പിന്നെ അതെന്താണ്? ഇറ്റ് ഹെൽപ്സ് ദി ഈസി അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എളുപ്പത്തിൽ അറ്റൈൻ ചെയ്യാൻ സഹായിക്കും. കാരണം റിയാക്ഷൻ്റെ സ്പീഡ് കൂടുമ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ റിയാക്ഷൻ. സോ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റിയാക്ഷൻ. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ റേറ്റ് കൂട്ടുക? ബൈ അലൗവിങ് ദ റിയാക്ഷൻ ടു ടേക്ക് പ്ലേസ് ഇൻ എ ഡിഫറെൻറ്റ് പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. ദാറ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റിൽ 4 ഫാക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു. കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. ഇത് കൂടാതെ വേറെയും ചില ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് റിയാക്റ്റൻസ്. ഓരോ റിയാക്റ്റൻറ്റിൻ്റെ നേച്ചറിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്. അത് സർഫസ് റിയാക്ഷൻസിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. നമ്മൾ അടുത്ത സർഫസ് കെമിസ്ട്രിയിൽ അതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ അതുപോലെ എന്താണ്? പ്രസൻസ് ഓഫ് ലൈറ്റ്. അതിന് ഇമ്പോർട്ടൻസ് വരുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലാണ്. ചില കെമിക്കൽ റിയാക്ഷൻസ് ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുക. അപ്പം അങ്ങനെയുള്ള ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ ലൈറ്റിൻ്റെ പ്രസൻസ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണുള്ളത്. അതിൽ ഈ ആദ്യത്തെ 4 ഫാക്ടേഴ്സാണ് നമുക്ക് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. Collision theory of chemical reaction. Max Stross and William Lewis proposed collision theory. In collision theory, chemical reaction proceeds through molecular collision. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ മോളിക്കുലാർ കൊളീഷൻ. ഇവിടെ കൊളീഷൻ തിയറി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. And reactant molecules are assumed to be hard spheres, and collision between the spheres leads to chemical reaction. എന്താണ്? റിയാക്റ്റന്റ് മോളിക്യൂൾസിനെ സ്പിയേഴ്സ് ആയി കൺസിഡർ ചെയ്യുന്നു. ഈ സ്പിയേഴ്സ് തമ്മിൽ കൊളൈഡ് ചെയ്താണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ആൻഡ് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി. കൺസിഡർ എ ബൈമോളിക്കുലാർ എലമെന്ററി റിയാക്ഷൻ. ദാറ്റ് മീൻസ് 2 molecules are colliding in a single step. അങ്ങനെയുള്ളൊരു ബൈമോളിക്കുലാർ എലമെന്ററി റിയാക്ഷൻ. A plus B gives products. ഈ റിയാക്ഷനിൽ if ZAB represents collision frequency, ഫ്രീക്വൻസിക്ക് Z എന്ന് റെപ്രസെന്റ് ചെയ്യും. എയും ബിയും തമ്മിലുള്ള കൊളീഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ZAB, നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി, rate of this reaction depends on this collision frequency. അല്ലെങ്കിൽ റേറ്റ് ZABക്ക് പ്രൊപ്പോർഷനിലാണ്. പക്ഷെ എന്താണ്? എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് ആണോ?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് ആവില്ല. എഫക്റ്റീവ് ആവണമെങ്കിൽ എന്താണ്, കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി ഉണ്ടാവണം, ത്രെഷോൾഡ് എനർജി ഉണ്ടാവണം. അതിൽ മോളിക്യൂൾസിന് ഓൾറെഡി കുറച്ച് എനർജി ഉണ്ട്, അത് കൂടാതെ വേണ്ടി വരുന്ന എക്സ്ട്രാ എനർജിക്ക് എന്താണ് പറയാം, ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി അക്വയർ ചെയ്യാൻ കഴിയുന്ന മോളിക്യൂൾസിന് മാത്രമേ പ്രോഡക്റ്റായി മാറാൻ കഴിയൂ. എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് അല്ല. ZAB represents number of collisions per second per unit volume and all these collisions are not effective. അപ്പോൾ റേറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസിന്റെ കൊളീഷനാണ് എഫക്റ്റീവ് ആവുക. സോ റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്, അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി, റേറ്റ് ഈസ് ഈക്വൽ ടു ZAB into e raised to minus EA by RT, where this exponential term e raised to minus EA by RT represents the fraction of molecules possessing energy equal to or greater than activation energy. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, fraction of molecules possessing energy equal to or greater than activation energy. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ ആണ് ആ എക്സ്പോണൻഷ്യൽ ടേം റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റേറ്റ് ഈസ് ZAB into e raised to minus EA by RT. ഇതാണ് കൊളീഷൻ തിയറി ഉപയോഗിച്ചുള്ള റേറ്റ് എക്സ്പ്രഷൻ. ഈ സിമ്പിൾ മോളിക്യൂൾസിൽ റേറ്റിനെ നമുക്ക് ഇങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. കോംപ്ലക്സ് മോളിക്യൂൾസിൽ കൺസിഡറബിൾ ഡീവിയേഷൻസ് ഉണ്ടാവും. കാരണം മോളിക്യൂൾ ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ കൊളീഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ മോളിക്യൂൾസിന്റെ എനർജി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അതിന്റെ ഓറിയന്റേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ടന്റ് മോളിക്യൂൾസിന് പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും. കൊളീഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് ഷുഡ് പൊസസ് പ്രോപ്പർ ഓറിയന്റേഷൻ, അല്ലെങ്കിൽ പ്രോപ്പർ ഡയറക്ഷനിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താൽ മാത്രമേ അത് പ്രോഡക്റ്റിലേക്ക് നയിക്കുന്നുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓർഗാനിക് റിയാക്ഷൻ ആണ്. മീഥൈൽ ബ്രോമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് aqueous NaOH. Then the bromide ion can be substituted by hydroxyl ion. അതാണ് റിയാക്ഷൻ. മീഥൈൽ ബ്രോമൈഡും OH മൈനസും കൂടി ചേർന്ന് മെത്തനോൾ CH3OH ഉം ബ്രോമൈഡ് അയോണുമായിട്ട് മാറുന്ന റിയാക്ഷൻ. ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഓറിയന്റേഷൻസ് ആണ്, രണ്ട് പോസിബിലിറ്റീസ് ആണ്. ആദ്യത്തേത് ഇംപ്രോപ്പർ ഓറിയന്റേഷൻ, ഒന്ന് ഇംപ്രോപ്പർ, ഒന്ന് പ്രോപ്പർ ഓറിയന്റേഷൻ. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട, അതായത് ബ്രോമൈഡ് അയോണിനെ ഹൈഡ്രോക്സിൽ അയോൺ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പം ഹൈഡ്രോക്സിൽ അയോൺ ബ്രോമൈഡ് അയോൺ ഉള്ള അതേ സൈഡിൽ കൂടി തന്നെ കാർബണിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ദേ ബൗൺസ് ബാക്ക്, റിയാക്ടന്റ് മോളിക്യൂൾസ് ബൗൺസ് ബാക്ക്, നോ പ്രോഡക്റ്റ് ഫോർമേഷൻ ടേക്ക് പ്ലേസ്. അങ്ങനെയാണെങ്കിലാണ് ഹൈഡ്രോക്സിൽ അയോൺ ബ്രോമൈഡ് അയോൺ ഉള്ള അതേ സൈഡിൽ കൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കില്ല, റിയാക്ടന്റ് മോളിക്യൂൾസ് എന്താണ് ആ റിയാക്ഷൻ പോസിബിൾ ആവുന്നില്ല. അതേസമയം രണ്ടാമത്തെ പോസിബിലിറ്റി, ഹൈഡ്രോക്സിൽ അയോൺ ബ്രോമൈഡ് അയോണിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി കാർബണിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. കാർബൺ ടെട്രാഹൈഡ്രൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ബ്രോമൈഡ് അയോൺ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി ഹൈഡ്രോക്സിൽ അയോൺ അപ്രോച്ച് ചെയ്താൽ അവിടെയുള്ളത് സ്മോൾ ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ദേ കനോട്ട് കോമ്പീറ്റ് വിത്ത് ദിസ് bulky OH minus ion. Hydrogen cannot compete with the bulky OH minus ion. So they adjust their position and OH minus can interact with this carbon. OH minus can interact with the carbon in the opposite direction. So ബ്രോമൈഡ് അയോൺ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിൽ കൂടി ഹൈഡ്രോക്സിൽ അയോൺ കാർബണിലേക്ക് അപ്രോച്ച് ചെയ്താൽ അതൊരു ഇന്റർമീഡിയറ്റ് ആയി മാറും. ആ ഇന്റർമീഡിയറ്റ് ഡീകമ്പോസ് ചെയ്ത് ബ്രോമിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് അതെന്തായിട്ട് മാറും, മെത്തനോളും ഫ്രീ ബ്രോമൈഡ് അയോണുമായിട്ട് മാറും. സോ ഹിയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് പോസിബിൾ. അപ്പോൾ എന്താണ്, റിയാക്ടന്റ് മോളിക്യൂൾസിന് എനർജി ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രോപ്പറായി ഓറിയന്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ഡയറക്ഷനിൽ കൊളൈഡ് ചെയ്താൽ മാത്രമേ പ്രോഡക്റ്റ് ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. സോ ദിസ് റേറ്റ് ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ് ഇൻ കേസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ്. അപ്പോൾ എങ്ങനെ മോഡിഫൈ ചെയ്യാം?
ഓറിയൻറ്റേഷനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടി ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മോഡിഫൈഡ് ഇക്വേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് റേറ്റ് ഈസ് ഈക്വൽ ടു എ ഫാക്ടർ പി ഇൻറ്റു ZAB into e raised to minus EA by RT, where this factor P is called the probability factor or steric factor, which accounts for orientation. ഈ പ്രോബബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഓറിയന്റേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് steric factor. And ZAB is collision frequency. E raised to minus EA by RT represents fraction of molecules possessing energy greater than or equal to activation energy. That is the collision theory of chemical reaction, in which rate can be expressed like this. In collision theory, collision theory is based on kinetic theory of gases, and reactant molecules are assumed to be hard spheres. ഇതിൻ്റെ ഒരു ഡ്രോബാക്കും അതാണ്, ഇറ്റ് ഇഗ്നോർസ് ദി സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾ. റിയാക്ടന്റ് മോളിക്യൂൾസിനെ എല്ലാം സ്ഫിയേഴ്സ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദി ഡ്രോബാക്ക് ഓഫ് കൊളീഷൻ തിയറി. അപ്പോൾ ഇത്രയുമാണ് കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്സ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ കുറേയധികം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി 2 പ്രോബ്ലംസ് കൂടി തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്റ്റൻറ്റ്. ഹൗ ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ അഫക്റ്റഡ് ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് ഈസ് 1 ഡബിൾഡ് 2 റെഡ്യൂസ്ഡ് ടു ഹാഫ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ലോയെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇഫ് എ ഇസ് ദ റിയാക്റ്റൻറ്റ്, റേറ്റ് ലോ ഈസ് R is equal to K into A raised to 2. റിയാക്റ്റൻ്റ് എ ആണ്, സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ A raised to 2. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് ദ റേറ്റ് അഫക്റ്റഡ് വെൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഡബിൾഡ്? എയുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്താൽ റേറ്റ് എങ്ങനെ മാറും? വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്യാം. ആ റേറ്റിനെ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. K ഇൻറ്റു ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ എന്താണ്? ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 2 times A, 2A എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? R1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു 2A റേസ് ടു 2. സെക്കൻഡ് ഓർഡർ ആണ്, അപ്പോൾ 2A റേസ് ടു 2. ഇതിനെ എങ്ങനെ എഴുതാം? ഈ 2നെ ബ്രാക്കറ്റിന് പുറത്തെടുത്താൽ 2 റേസ് ടു 2 ഇൻറ്റു K ഇൻറ്റു A റേസ് ടു 2. അപ്പോൾ എന്താണ്? 2 റേസ് ടു 2 4 ആണ്. 4 ഇൻറ്റു K ഇൻറ്റു A റേസ് ടു 2 എന്താണ്? ഇനീഷ്യൽ റേറ്റ്, നമ്മൾ ആദ്യം എടുത്ത റേറ്റ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ലോയുടെ എക്സ്പ്രഷനാണ്. സോ ഇറ്റ് ഈസ് 4 times ദി ഇനീഷ്യൽ റേറ്റ്. സോ വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് ഡബിൾഡ്, റേറ്റ് ബിക്കംസ് 4 times. ഇനി അടുത്തത് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ഹാഫ് ആയാൽ റേറ്റ് എത്ര ചേഞ്ച് ചെയ്യും? ന്യൂ റേറ്റ് എത്രയായിരിക്കും? അത് നോക്കുക. R is equal to K into A raised to 2. ഇനി ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആദ്യത്തതിൻ്റെ പകുതി ആവുന്നു, A/2 ആവുന്നു. അങ്ങനെയാകുമ്പം എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? R is equal to R2, ന്യൂ റേറ്റിനെ R2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. R2 is equal to K into എക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് A/2 എടുക്കാം. A/2 all raised to 2. അപ്പോൾ 1/2 raised to 2 എന്താണ്? 1/4. 1/4 ഇൻറ്റു K ഇൻറ്റു A raised to 2. K ഇൻറ്റു A raised to 2 എന്താണ്? റേറ്റ്, ഇനീഷ്യൽ റേറ്റ്സ്. അതിൻ്റെ 4/1 മാറുന്നു. 1/4 ടൈംസ് ഇനീഷ്യൽ റേറ്റ്, അല്ലെങ്കിൽ 0.255 ടൈംസ് ഇനീഷ്യൽ. വേറൊരു ക്വസ്റ്റ്യൻ, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് ടൈം റിക്വയർഡ് ഫോർ 99% completion is twice the time required for the completion of 90% of reaction. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടൈം റിക്വയർഡ് ഫോർ 99% completion is 2 times the time required for 90% completion of a first order reaction. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണ്? K equal to 2.303/T into log R0/R.
ഇനി 99% കംപ്ലീറ്റ് ചെയ്താൽ, നമ്മൾ ഇതുപോലുള്ളൊരു പ്രോബ്ലം നേരത്തെ ചെയ്തതാണ്. 99% കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1% ഈസ് റിമൈനിങ്. സോ ബാക്കി റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ പെർസെൻറ്റേജ് 1 ആണ്. അപ്പോൾ നമ്മൾ R0യെ 100 എന്നെടുത്താൽ R എന്തായിരിക്കും? ബാക്കി 99% കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ 1 ഈസ് റിമൈനിങ്, 1% ഈസ് റിമൈനിങ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ടേക്കൺ ആസ് 1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് വേണ്ടത് ടൈമാണ്. അപ്പോൾ ടൈം ഇങ്ങോട്ട് എടുക്കുക. 99% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303/k ഇൻറ്റു ലോഗ് R0 100 എടുക്കുന്നു, 100/1. 100/1 എന്താ? ലോഗ് 100 2 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2.303/k ഇൻറ്റു 2. 2.303 ഇൻറ്റു 2/k, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.606/k. അതാണ് 99% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം. ഇനി എന്താണ് അത്? 90% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈമിൻ്റെ 2 ടൈംസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 90% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? T90% ഈസ് ഈക്വൽ ടു 2.303/k ഇൻറ്റു ലോഗ് R0 100 തന്നെ എടുക്കാം. ഇവിടെ R എന്താണ്? 90% കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ബാക്കി എത്രയുണ്ട്? 10%. അപ്പോൾ R0 100 എടുത്താൽ R എന്ത് വരും? 10. അപ്പോൾ ഇവിടെ 100/10. അപ്പോൾ ലോഗ് 100/10 എന്ത് വരും? ലോഗ് 10. ലോഗ് 10 ഈസ് 1. സോ വി ഗെറ്റ് 2.303/k. അതാണ് 90% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കുക. T99/T90 എടുത്താൽ എന്ത് വരും? 4.606/k ഡിവൈഡഡ് ബൈ 2.303/k. അത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? k ക്യാൻസലായി പോകും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ T99%/T90% ഈസ് 2. അല്ലെങ്കിൽ എന്തെഴുതാം? T99% ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു T90%. 2 times the time required for 90% of completion. ഇനി 2 ഹോംവർക്ക്സ് കൂടി തരാം, അത് ചെയ്യാം. അപ്പോൾ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.